ബൈ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യട്ടോ. ബൈ. 1932 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ മുമ്പുള്ള ചെയറുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെയറിന് എന്താണ് ഇത്ര പ്രത്യേകത? ഇതാണ് പ്രത്യേകത. യുവർ നെയിം? സമന്ത. ഞാൻ ഇന്ത്യൻ എംബസിയിലുള്ളത്, അവിടുത്തെ സ്റ്റാഫാണിത്. അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തതാണ്. എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ ഫുള്ള് വെള്ളമെന്നാണ് പറഞ്ഞത്. എന്നോട് ആ വഴിക്ക് പോകണ്ടെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞാണ്. ആ വഴിക്ക് പോകണ്ട, ഇതിലൂടെ ഒരു വഴിയുണ്ട്. കച്ചറ റോഡ് കഴിഞ്ഞു വന്നതാണ്. ഇവരും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് റോഡ് മനസ്സിലായി. വാട്ട്സ് യുവർ നെയിം? യുവർ നെയിം? ഇംക. മൈ നെയിം. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ഡച്ച്? നമ്മൾ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് കുറച്ച് എഴുതാൻ ഈസിയാണ്, പക്ഷെ പറയാൻ കുറച്ച് വ്യത്യാസമുണ്ട്. പറയൽ കുറച്ച്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ മനുവിൻ്റെ വീട്ടിലാണുള്ളത്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല കംഫർട്ടബിളായിട്ട് 2 ദിവസം അടിച്ചു പൊളിച്ചു. വലിയ വീടാണ്, അതുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പുറത്തേക്ക് കേൾക്കില്ല, ഫോൺ ചെയ്യണം. അപ്പോൾ നല്ല സ്റ്റേ ആയിരുന്നു. എല്ലാവരും വന്നു. ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയി. ഇവിടെ ഒരു അടിപൊളി സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതാണ് സംഭവം. ഈ ചെയർ കാണുന്നുണ്ടോ? ഇതിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടോ? 1932 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ മുമ്പുള്ള ചെയറുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെയറിന് എന്താണ് ഇത്ര പ്രത്യേകത? ഇതാണ് പ്രത്യേകത. തിരിയുന്നുണ്ടോ? അന്തക്കാലം 1932 റൊട്ടേറ്റിംഗ് ഫുള്ള്. എവിടെ ലോക്ക് ഉണ്ടല്ലോ. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെയാണ്. 1932 ഉള്ള ചെയറാണ്. പക്ഷേ ഇത് ഇവർക്കൊരു ഡച്ച് അമ്മൂമ്മ കൊടുത്തതാണ്. അവർക്കിത് ഒഴിവാക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഡച്ച് തന്നെയല്ലേ? അല്ല, ഡച്ച്. അപ്പോൾ അവർ കൊടുത്തതാണ്. അവരുടെ കയ്യിൽ അവരെ അമ്മ കളിച്ച ടോയ്സും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതേപോലെ ഇത് അവർക്ക് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്താണ്. എന്തായാലും നല്ല സുഖമുണ്ട് ഇരിക്കാൻ. ഇത് കുറച്ചും കൂടി കംഫർട്ടബിളാണ് ഇരിക്കാൻ. ഇതിനെക്കാട്ടും കംഫർട്ടബിളാണത്. ഇത് ബാമ്പു ആണോ? കണ്ടിട്ടൊരു ബാമ്പു ടൈപ്പാണ്. എന്തായാലും ഇത്രയും വർഷമുള്ള ഒരു ചെയർ, അതും നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ, നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ളൊരു ചെയർ. ഇതാ ആടാൻ പറ്റും, ബാക്കോട്ടും മുമ്പോട്ടും. ഇത് നമുക്കിതാ കണ്ടോ, നല്ല കംഫർട്ട് അത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തിങ് കാണിക്കാനുള്ളത്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പക്ഷെ അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ എന്താ, ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ഹൗസ് പോലെ ഉണ്ട്. ഇവിടെയാണ് എൻ്റെ സൈക്കിള് റെസ്റ്റ് എടുക്കുന്നത്. നമുക്ക് പോവാം. ഫുള്ളി പാക്ഡാണ്. ഇനി ഒരു 4-5 ദിവസം കൂടെ ഉള്ളൂ റൈഡ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ ബാഗൊന്ന് മാറ്റിയിട്ടോ. എനിക്കിതുപോലത്തെ ഒരു ബാഗ് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഒരു ഷോപ്പ്, സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്, ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച അതേ ബാഗ്. അപ്പോൾ പിന്നെ സൈക്കിളിൻ്റെ ലുക്ക് തന്നെ മാറും ആ ബാഗ് വെച്ചാൽ. അപ്പോൾ ശരി, ഞാൻ യാത്ര തുടങ്ങട്ടെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് ജാനറ്റിനോട് യാത്ര പറഞ്ഞിട്ട് പോവാം. മനു ജസ്റ്റ് ഓഫീസിൽ പോയി, രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യട്ടോ. ഓക്കെ, ബൈ. ഓക്കെ. വീഡിയോ കാണുന്ന എല്ലാവരും വന്നോളൂ, കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, ബൈ. സമയം ഇഷ്ടംപോലെ ഉണ്ട്. 3 മണിക്കാണ് എനിക്ക് എംബസിയിൽ അപ്പോയിൻമെൻറ്റ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം. ഇതാണ് ഹൈവേ. ഞാൻ ഇവിടെ വെച്ച് വഴി കൺഫ്യൂഷനായി, സൈക്കിൾ റൂട്ട് കൺഫ്യൂഷനാക്കി.
എങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം, കൺഫ്യൂഷനായ സ്ഥിതിക്ക്. ഇവിടെ തൊട്ടടുത്തൊരു എയർപോർട്ട് ഉണ്ട്, അവിടുന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങി പോകുന്ന കണ്ടു. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർഗോ കാര്യങ്ങളൊക്കെയാണ്, ലോജിസ്റ്റിക്സ്. ഇനിയൊരു 10-14 കിലോമീറ്ററും കൂടി പോയാൽ ബ്രസൽസ് ടൗണിലെത്തും. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും ഞാൻ ബ്രസൽസ് ടൗണിലെത്തും കേട്ടോ, സിറ്റിയിലെത്തും. പിന്നെ കുറച്ച് നേരം അവിടെ എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ എംബസി പോവാം. എന്തായാലും ബാഗ് കൊള്ളാം, ഒന്ന് ക്ലീനാക്കണം. എന്ത് ലിക്വിഡ് ഉപയോഗിച്ചാൽ ക്ലീനാക്കുക? ഞാൻ റെഡായിരുന്നു വിചാരിച്ചത്, പക്ഷേ റെഡ് കിട്ടിയില്ല, ബ്ലാക്കാണ് കിട്ടിയത്. റെഡാണെങ്കിൽ നല്ല രസമുണ്ടാകും. ഇനി ഞാൻ ബ്രസൽസിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ക്യാമ്പയിനാണ് കാണുന്നത്. സൈക്കിളിൽ അതിൻ്റെ ഇത് കൊണ്ടുപോകുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണല്ലോ, സൈക്കിളിൽ ഇങ്ങനെ പോസ്റ്ററുകൾ സൈക്കിളിൽ. ഇവിടെ കുറേ പാർട്ടികളും കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും അത് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്നൊരു സംഭവമാണ്. നമുക്ക് നോക്കാം. കുറേ സൈക്ലിസ്റ്റുകൾക്ക് വരുമാനം കിട്ടും, ജോബ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ചേർച്ച് കാണുന്നുണ്ട്, പഴയ ചേർച്ചാണ്. ഇത് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടെന്നാണ് പറഞ്ഞ്. നമുക്ക് അങ്ങോട്ട് പോവാം, സെൻറ്ററിലേക്ക് പോവാം. ഞാനിപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിക്കണം, കയ്യിലുണ്ട്, എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിക്കണം. നമുക്ക് സെൻറ്ററിലേക്ക് പോവാം. മഴ പെയ്താൽ എല്ലാ പരിപാടിയും കൊളാവും. വൈകിട്ട് 3 മണിക്കാണ് ഇന്ത്യൻ എംബസി അപ്പോയിൻമെൻറ്റ്. നമുക്ക് സെൻറ്ററിലേക്ക് പോവാം. ഒരു അഫ്ഗാനിസ്ഥാനീനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എന്നെയും കൂട്ടിയിട്ട് ഏതോ ഷോപ്പ് ഉണ്ട് എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. എനിക്ക് ഈ സാധനം ഒന്ന് അവിടെ ഒട്ടിക്കണം. അപ്പോൾ അതിന് ഗമ്മ് നോക്കി നടക്കുകയാണ്. അത് കിട്ടുന്ന ഷോപ്പ് എവിടെയാന്ന് നോക്കി നടക്കുകയാണ്. പുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ചെറിയ ചെക്കനാ. അവിടെ പോയി ഉള്ളിലേക്ക് പോയിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ബ്രസൽസിലെത്തിയിട്ട് നേരെ വന്ന സ്ഥലം ഇതാണ്. ഇങ്ങനൊരു കോളം കാണുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 1850 മുതൽ 1859 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. അവിടെ ഒരു തീ കത്തുന്നുണ്ട്, ഫയർ. അത് 24 മണിക്കൂറും കത്തുന്നാണ് തോന്നുന്നത്. 2 ഭാഗത്തും 2 സിംഹങ്ങൾ. ഇതാണ് സംഭവം. ഇവിടെ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ കോൺഗ്രസ് കോളം erected between 1850 and 1859 and designed by architect Pollard with the collaboration of 5 sculptures. This monument, inspired by the Truncheon column, celebrates 1890 National Congress Day. Ox Heroes 1940-1945 1830 September.
ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ കിങ്ങിൻ്റെ പാലസിലാണ്. ഇതാണ് പാലസ്. അപ്പോൾ ഇവിടെ ഞാൻ 2-3 പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മെറ്റ് 3 people. They are from We are from London. ലണ്ടൻ. അവർ എൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ ലണ്ടൻ എന്നുള്ള ബോർഡ് കണ്ടിട്ട് വന്നതാണ്. യുവർ നെയിം? Samantha. സമന്ത. Lily. Yeah, okay. Next week, 1st June, I will be there in Tower Bridge. You are all welcome. There is a small thank function, closing ceremony. Thank you. Yeah, hopefully we'll meet there again. What are you doing? Study or work? What? We're travelling. We're just here for a holiday. Yeah, holiday. Traveling, like me. Job. You have job. You both not working, just traveling. Just travelling. Yeah. 4 months around Europe. Around Europe. Yeah. Oh, how many countries completed? 16 in the end. 16 in the end. Yeah. Okay, nice. Anyway, nice to meet you. Good luck. Yeah, good luck. Thank you. ഇതാണ് കിങ് ലിയോപോൾ ടൂവിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ പാലസാണ്. ഇപ്പോൾ അത് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അതാ പാറാവുകാർ നടന്നു പോകുന്നുണ്ടോ. എനിക്ക് തോന്നുന്നത് പാറാവുകാർ ചേഞ്ച് ആവാൻ തോന്നുന്നു. നോക്കാം അവരെന്താ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ത്യൻ എംബസിയിലുള്ളത്. അവിടുത്തെ സ്റ്റാഫാണിത്. അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തതാണ്. എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. आपका नाम क्या है? मेरा नाम कमल। कमल. मेरा सनी। सन्नी. माय नेम इज नीरज शर्मा, उत्तर प्रदेश पुलिस। उत्तर प्रदेश पुलिस. सर आपका नाम? मेरा नाम संदीप है। संदीप सर। विकास। വികാസ് ഭായ്. പുള്ളിക്കാരൻ്റെ വൈഫ് പാലക്കാട്ടുകാരിയാണ്, മലയാളി. പത്തനംതിട്ട. പാലക്കാടല്ല, പത്തനംതിട്ട. പത്തനംതിട്ട. യെസ് യെസ് യെസ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അവരെ കൂടെ കാണുന്നത് ഇന്ത്യൻ എംബസിയുടെ ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഒരു ബിൽഡിംഗ് പോലെ തോന്നിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഇത്ര സൗകര്യമില്ലാത്തതാണ് ഇന്ത്യൻ എംബസി എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ സൈഡിലൂടെയുള്ള ഗേറ്റിലൂടെ അങ്ങോട്ട് കയറിയപ്പോൾ വലിയൊരു ഏരിയ. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല റൊട്ടിയും ദാലും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ലഞ്ച് സൂപ്പറായിരുന്നു. നല്ല ചൂട് റൊട്ടിയായിട്ട് കഴിച്ച്. അപ്പോൾ ഇതാണ് എംബസി. അംബാസഡറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. 3 o'clock അപ്പോയിൻമെൻറ്റ്. ഇപ്പം 2:15 ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നിനി 65 കിലോമീറ്റർ ദൂരമുള്ള ഗൻഡിലേക്ക് പോകണം. 4 മണിക്ക് തുടങ്ങിയാൽ എനിക്കറിയില്ല എപ്പോൾ തീരും എന്നുള്ളത്. ചിലപ്പം ലേറ്റ് ആവും, രാത്രിയാവും മിക്കവാറും. എൻ്റെ സൈക്കിൾ അത് അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇന്ത്യൻ എംബസിയിലെ വിസിറ്റ് കഴിഞ്ഞു. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അംബാസഡറുമായിട്ട് കുറേ നേരം സംസാരിച്ചു. നല്ല അംബാസഡറായിരുന്നു. കുറേ നേരം സംസാരിച്ചു. പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടോ? ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് പെട്രോൾ പമ്പ്. ഞാൻ ഇതിനു മുമ്പും എവിടേക്കോ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ പെട്രോൾ പമ്പ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ. ഇതല്ല, ഇതിന് മുമ്പ് 1-2 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. ഇങ്ങനെ വലിയ ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പെട്രോൾ പമ്പുകൾ.
ബ്രസൽസിലെ കനാലാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കനാലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ഈ കനാലിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണെങ്കിൽ പെയിൻറ് ചെയ്ത്. അതിലൂടെ നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. താഴെ കൂടെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തും പെയിൻറ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും സിറ്റിയിലൂടെ ട്രക്ക് പോകുന്നത് അങ്ങനെ കാണാറില്ല. എല്ലായിടത്തും ഈ ഒരു കാറ്റിന് തിരിയുന്നൊരു സാധനം വെച്ചിട്ടുണ്ട് എല്ലാ പോസ്റ്റിനും മുകളിലും. ഒരുവിധം യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഈ ഒരു കനാലുണ്ടാവും. അതിൻ്റെ സൈഡിലായിരിക്കും 2 ഭാഗത്ത് സ്ട്രീറ്റും ലൈവായിട്ട്. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലേക്ക് കേട്ടോ, ഈ സൈഡിൽ ഇനിയിപ്പം ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പോയിട്ടില്ല, പോകാൻ പോകുന്നേ ഉള്ളൂ. സ്പെയിൻ, പോർച്ചുഗലൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന ഈ ലാസ്റ്റ് കുറച്ച് കൺട്രീസ് എല്ലായിടത്തും കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ സിറ്റീസും നിലനിൽക്കുന്നത്. അവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് ഗതാഗതമൊക്കെ ഇതിലൂടെയാണ്, കനാലിലൂടെയാണ്. പക്ഷേ ഈ കനാലിലെ വെള്ളം ഡേർട്ടിയാണ്, കണ്ടിട്ട് വലിയ വൃത്തിയില്ല. റോഡ് കാണിച്ചു തരുന്ന നോക്ക്. ഇതാണ് സൈക്കിൾ ട്രാക്ക് കാണിച്ചത്. ഫുൾ ചെളി, സ്കിഡാവുന്നുണ്ട്. ഓരോരുത്തർ ഉന്തി വരുന്നുണ്ട്. ഇതിലൂടെ ഓടിക്കാൻ കഴിയില്ല, ഇത് ഉന്തിയിട്ട് വേണം വരാൻ. അല്ലാ, എത്ര ദൂരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഫുൾ ചെളിയാ, ഫുൾ ചെളി. അങ്ങോട്ട് പോയാൽ ഫുള്ള് വെള്ളമെന്നാണ് പറഞ്ഞത്. എന്നോട് ആ വഴിക്ക് പോകണ്ടെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞാണ്. ആ വഴിക്ക് പോകണ്ട, ഇതിലൂടെ ഒരു വഴിയുണ്ട്, ഷോർട്ട് കട്ട് അല്ല ലോങ് കട്ട്. എൻ്റെ പറച്ചോനെ, മിക്കവാറും ഞാൻ സൈക്കിളും ഇപ്പം വീഴാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ചെളിയിൽ. അയ്യോ, ഇതെങ്ങനെയാണ് കിടക്കുക? പെട്ട് ഒരു രക്ഷയില്ല. എനിക്കിവിടെ 2 ആളെ കിട്ടിയിട്ടുണ്ട്. ആ റോഡ്, കച്ചറ റോഡ് കഴിഞ്ഞു വന്നതാണ്. ഇവരും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് റോഡ് മനസ്സിലായി. വാട്ട്സ് യുവർ നെയിം? Valérie. യുവർ നെയിം? Imke. ഇംക. മൈ നെയിം ഫൈസ്. ചുമ്മാ അതിലൂടെ വന്നാണ്. പക്ഷെ റോഡും ഭയങ്കര മോശമാണ്. The road is not good, I'm telling you. The worst ever I saw this. Il dit qu'il a jamais eu une route aussi mauvaise, c'est pour ça que c'était dégueulasse. കംപ്ലീറ്റ് ഷൂ മൊത്തം ചെളിയായി, ടയർ കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടു Calais to Dover. Ah oui, il va passer le canal, donc oui, il va prendre, je crois que c'est le train alors, mais, ou le bateau. Il va aller jusqu'à Londres. Ah, c'est un grand voyageur. And how long will you continue this? I started 2 years back. And who finance your trip? On the way, people supporting, sometimes stay, sometimes food, sometimes money, like that. Yeah. And you are a student? No, you are not a student anymore. Il est déjà tombé plein de fois. He asked if you feel often on the ground with your bicycle. Do you feel sometimes? No, I didn't. Il tombe pas de son vélo. I thought today I will fail, but no. Aujourd'hui, il a failli I tomber, escaped. mais c'est exceptionnel. Parce qu'en effet, ça glisse même avec des bons vélos, ça glisse, tu vois. ഇതുപോലത്തെ ഒരു വേസ്റ്റ് റോഡ് ഞാൻ വേറെ കണ്ടിട്ടില്ല മക്കളെ. If you didn't have to go to Ghent, you could come at home, but it's not the best day today, so you have to drive a lot. Yeah, thanks for And you have to invitation. not too much mess with the bicycle. You don't. Yeah, I want to wash it, but I am not getting a good place to wash. That's why. Yeah. And this one is not too. No. Ooh, I have to adjust. You can find
നല്ല മഴ വരുന്നുണ്ട്. മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ട്. ഞാൻ നിർത്തിയതാണ് ഒന്ന് റെയിൻകോട്ട് ഇടാൻ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഈ പിയർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുക. വിശക്കുന്നു. സമയം 6:19. ഇനിയുണ്ട് 45 കിലോമീറ്ററോളം. ഞാനിന്ന് മിക്കവാറും രാത്രി 10 മണിയൊക്കെ ആവും അടത്താൻ. നല്ല അടിപൊളി പിയറാണ്. എന്ത് ടേസ്റ്റാണെന്ന് അറിയോ? ഇത് ഫുള്ള് തിന്നാം. ഒരു ഭാഗം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് തിന്നാൻ പറ്റും. നല്ല രസമുള്ള സാധനമാണ് പിയർ. വാഷ് ചെയ്യാനൊന്നും സമയമില്ല. എത്രയും പെട്ടെന്ന് ഓടിച്ച് അവിടെ എത്തണം. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇതിൻ്റെ തണ്ട് മാത്രമേ പോക്കുള്ളൂ, ബാക്കിയെല്ലാം തിന്നാം. ബെൽജിയത്തിലെ വില്ലേജ് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്കാ വില്ലേജ്. അതാണ് പോകുന്നത്. ഞാനെന്തിനാ സൈക്കിൾ ട്രാക്കിലൂടെ പോകുന്നത്? പുള്ളി മെയിൻ റോഡുകളിലൂടെ പറക്കുന്ന. അവിടെയൊക്കെ വീടുകളാണ്, പക്ഷെ കംപ്ലീറ്റ് കവറുണ്ട്. ഹായ്. ഇവിടെ നായനെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. കുറേ നായ്ക്കളതാ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിർത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ് മക്കളെ, അല്ലെങ്കിൽ നിർത്തി കാണിച്ചു തരായിരുന്നു. എനിക്ക് ഇനിയുണ്ട് 35 കിലോമീറ്റർ. 7 മണി കഴിഞ്ഞു. ഒരു രാത്രി 10 മണിയാകുമ്പോഴേക്കെങ്കിലും എനിക്ക് അവിടെ പിടിക്കണം. അറിയില്ല, ക്ലൈംബാണെങ്കിൽ 10 മണി കഴിയും. ഭാവിയിലെ താരങ്ങളാണിതൊക്കെ. സ്റ്റെഫിഗ്രാഫാണത്. എനിക്ക് ആകെ കൂടി അറിയാവുന്ന കുറച്ച് റാഫേൽ നദാൽ, സ്റ്റെഫിഗ്രാഫ്, ആന്ത്രേ അഗാസി, ലിയാൻഡർ പേസ്, മഹേഷ് ഭൂപതി, അങ്ങനെ കുറച്ച് പേരെ എനിക്ക് അറിയുള്ളൂ. ജോക്കോവിച്ച്. ഒരു വെറൈറ്റി വീട്. ഇവിടെ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ കണ്ടംപററി എന്ന് പറയാം. ഇവിടെ നേരത്തെ എംബസി എന്ന് പറഞ്ഞു, സിറ്റിയിലൊക്കെ നമ്മൾ ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ട്. ആ ഒരു രീതിയിൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ. സെയിം ബ്രിക്ക്, അവർ പറയുന്ന ബ്രിക്ക്, അവർ പറയുന്ന ഷേപ്പ്, അവർ പറയുന്ന അതേ രീതിയിൽ വീടുണ്ടാക്കാൻ സമ്മതിക്കുള്ളൂ. ഇതൊക്കെ ഫ്രഞ്ച്. ബെൽജിയം, നെതർലാൻഡിൻ്റെ സൈഡിലേക്ക് ഡച്ചാണ്, ഫ്രാൻസിൻ്റെ സൈഡിലേക്ക് ഫ്രഞ്ച്, എന്താണ് ജർമ്മനീൻ്റെ സൈഡിലേക്ക് ജർമ്മനാണ് സംസാരിക്കുക. ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് ബെൽജിയം കിടക്കുന്നത്. ഓരോ റീജിയണിലും ജോലി വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഭാഷകൾ പഠിച്ചിരിക്കണം. നെതർലാൻഡ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ ഡച്ച് പഠിച്ചിരിക്കണം അവിടുത്തെ ജോലി കിട്ടണമെങ്കിൽ. അതല്ല ഫ്രാൻസിൻ്റെ സൈഡിലേക്കുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഫ്രഞ്ച് പഠിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ നൂലാമലകളുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. അവിടെ ഒരു വീട്ടിൽ മാനിനെ പോറ്റുന്ന കാണുന്നുണ്ടോ? രണ്ടെണ്ണത്തിനെ കാണുന്നുണ്ട്. പറയണ്ട, സമയമില്ലാത്ത സമയത്ത് എനിക്ക് കിട്ടിയ റോഡ് ഒരു ഫുൾ ചെളി 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 ചെളി. മതി, ഇനി ഷോർട്ട് കട്ട് എടുക്കുന്നില്ല, മെയിൻ റോഡിൽ മാത്രം പോവാ. പക്ഷെ അധികം ഓടിയാലും കുഴപ്പമില്ല. ഷോർട്ട് കട്ട് അബദ്ധ. നല്ല അടിപൊളി. ഹായ്. നൈസ് ഹൗസ്.
എന്താ റോഡിൽ വെച്ച് എന്തിൻ്റെ മെഷീനാണല്ലോ, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്തെങ്കിലും എഞ്ചിനായിരിക്കും. ഒരു വില്ലേജിലൂടെയാണ് പോകുന്നത്. ചില സമയത്ത് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഈ വില്ലേജിൻ്റെ പേരെന്ന്. ഒരു ദിവസം 100ഓളം വില്ലേജ് കയറി ഇറങ്ങും, എല്ലാത്തിൻ്റെ പേരറിയില്ല. നല്ല രസമുള്ളൊരു വീട് തന്നെ അല്ലേ? യെസ്, വീട് തന്നെ. അവിടെ ഒരു വിൻമിൽ കാറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ മുകളിലുള്ള ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് കേട്ടോ. വിൻമില്ലിൻ്റെ അടിപൊളി സംഭവമാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോളൂ. സമയം ഇപ്പോൾ ഇപ്പോൾ 8:20, രാത്രി 8:20. പക്ഷെ എപ്പോഴും വെളിച്ചം നോക്കിയത് സൂര്യനത് ആകാശത്ത് തന്നെ ഉണ്ട്, കാണുന്നില്ല. സൂര്യനവിടെ കാണുന്നു. സമയം 8:20 ചെറുത് വിൻമില്ല്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് വലിയ വിൻമില്ലായിരുന്നു. നല്ല ചാണകത്തിന് മണമൊക്കെ വരുന്നുണ്ട്. പക്ക ഒരു വില്ലേജ് ഫീല്. ചാണകത്തിന് മണമൊക്കെ വരുന്നത്. സാധാരണ കുതിരച്ചാണകമാണ്, ഇത് പശുവിൻ്റെ ആണ് മണക്കുന്നത്. അങ്ങനെ ഗണ്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ പോകണം. ഒരു 4-5 കിലോമീറ്റർ പോയാലേ ഗണ്ട് സെൻറ്ററിൽ എത്തുള്ളൂ. ഇപ്പോൾ സമയം 9 മണി, കറക്റ്റ് 9 മണി. എനിക്ക് ഇന്നത്തെ ലൊക്കേഷനിലേക്ക് ഇനിയൊരു 5 കിലോമീറ്ററും കൂടെ. ഇന്ന് കുറേ നല്ല കാര്യം നടന്നു, കുറേ പണിയും കിട്ടി. എംബസി പോയി അടിപൊളിയായിരുന്നു. ഇതുപോലൊരു അനുഭവം ഞാൻ ഇറാഖിലെ ഇന്ത്യൻ എംബസി പോയപ്പോഴായിരുന്നു ഉള്ളത്. അവിടുത്തെ സ്റ്റാഫ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവർ താമസിക്കുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് ഇറാഖ് എംബസിയിൽ നിന്നായിരുന്നു. അതിനുശേഷം ഇതാ വേറൊരു എംബസി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം, രണ്ടാമത്തെ അനുഭവം. ആദ്യം ഇറാഖ്, ഇപ്പോൾ എന്തായാലും അടിപൊളി. അംബാസഡർ അടിപൊളിയായിരുന്നു. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലോ, ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിൽ പിന്നെ സീനില്ല. രാത്രി 9 മണി ആയാലും കണ്ടോ വെളിച്ചം കണ്ടോ. ഒരു വൈകുന്നേരം ഒരു 5 മണിയായ ഫീലാണ്. ഓൾമോസ്റ്റ് എത്തി. ഇത് നമുക്ക് ഒരു വാഹനവും കാണുന്നില്ല, ഓൺലി സൈക്കിളുകൾ മാത്രമേ ഉള്ളൂ. റോഡൊക്കെ വിജനമായി കിടക്കുന്നത്, ആളുകൾ സൈക്കിൾ മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആവാറായി. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. വേറെ എവിടെയോ ഒരു ഹോണ്ടഡ് സിറ്റിയിലൊക്കെ പോയതുപോലെ നമുക്ക് കാലി റോഡ്, നല്ല വെളിച്ചമുണ്ട്, പക്ഷെ ആളുകളൊക്കെ വീട്ടിൽ കയറി. ഗണ്ട് ഡാംപോർട്ട്, യെസ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഗണ്ട് ഡാംപോർട്ട് എന്നാണ്. ഈ വഴിക്ക് എങ്ങനെ എന്ത് രസമാണ് ആകാശം കാണാൻ. ബ്യൂട്ടിഫുൾ സ്കൈ, പൊളി.
ഇത് നോക്ക്, റെയിൽവേ സ്റ്റേഷൻ്റെ സൈക്കിളുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സൈക്കിളിലാണ്, എന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് തിരിച്ചു വന്ന് ഈ സൈക്കിളുകൾ എടുത്ത് അവരങ്ങ് പോകും. രണ്ട് സൈഡിലും ഉണ്ട്. ഹായ്. വാവ്. ഇതിനൊക്കെ നമ്പറും ഉണ്ട്, ഓരോരോ 1.4. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെന്നാ. ഞാൻ പറഞ്ഞു ഇന്ത്യാസേ. അപ്പോൾ ഇന്ത്യയിലെവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെവിടെയാണ്? ഞാൻ പറഞ്ഞു കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് മുക്കത്താണ് ആള്. മലയാളിയാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പേര് പ്രജീഷ് എന്നാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഫ്ലാഗ് കണ്ടിട്ട് എന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. എനിക്ക് കുടിക്കാനൊരു എനർജി ഡ്രിങ്ക് തന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എനർജി ഡ്രിങ്ക് കുടിക്കാറില്ല. സോറി. വെള്ളം കുടിക്കണോ? ഇല്ലല്ല, മതി. ഞാൻ ഏതായാലും എത്താറായി. സ്റ്റേ ചെയ്യുന്നത് ഇന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കൂടെ താമസം. എന്തായാലും ഇവിടെ എത്ര വർഷമായി? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി. ഫാമിലിയൊക്കെ? ഫാമിലി 2 മാസത്തോളം വരും. ഓക്കെ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. നല്ല മനോഹരമായ ഒരു ചർച്ചതാ. ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു മോഡലാണ് കേട്ടോ ചേർച്ച്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ചേർച്ച് കണ്ടു, പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ചേർച്ച്. അറിയില്ലേ? എൻ്റെ സൈക്കിൾ ഇതാ ഗാരേജ് കയറ്റിയിട്ടുണ്ട്. ഇവരുടെ സ്റ്റോർ റൂമാണിത്. പുറത്ത് വെച്ചാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇവരുടെ സ്റ്റോർ റൂമാണ് കാണുന്നത്. ഇവർ ഉപയോഗിക്കുന്ന സൈക്കിളാണ് ഇത്. ഇലക്ട്രിക്കാണ്. പക്ഷേ നിൻ്റെ എവിടെ സൈക്കിള്? ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിൻ്റെ പേരൊന്ന് പറ. മെഹദി. ഏത് ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. പുള്ളിക്കാരൻ ഫുൾ അപ് ടു ഡേറ്റ് ആണ്. എൻ്റെ എല്ലാ വീഡിയോയും ഇരുന്ന് കാണുന്ന ആളാണ്. എന്നെ കാത്തു നിൽക്കുകയാണ് കുറേ ദിവസമായിട്ട്. ഇന്ന് ശരിക്കും എന്നെ ഒരു ഡച്ചുകാരൻ വിളിച്ചു വീട്ടിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗണ്ടിലേക്ക് പോകണം, അവിടെ ആൾ കാത്തു നിൽക്കുന്നുണ്ട്. പുള്ളി വീട്ടിലേക്ക് വിളിച്ചു. എന്താ? ഞാൻ പറഞ്ഞു വേണ്ട. ഇതാണ് നിൻ്റെ സൈക്കിൾ? ഏതാ? ഇതാണ്. ഓക്കെ. നീ സൈക്കിൾ ഓടിക്കാൻ ഒറ്റയ്ക്ക് പോകലുണ്ടോ പുറത്ത്? മഴ പെയ്യുമ്പോൾ പോകില്ല, കാരണം ചളിയും. ഓക്കെ. നിങ്ങളെ പേരൊന്ന് പറഞ്ഞേക്ക്. റസീം. സ്ഥലം മാഹി. മാഹി. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 1 കൊല്ലം 1.5 കൊല്ലം. എല്ലാം പഠിച്ചു വരുന്നുള്ളൂ. ഡച്ചൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. നിനക്കൊന്ന് പഠിപ്പിച്ചെടുത്തോണേ ഉപ്പാക്ക്? മോക്കും അറിയാം. മേലെ മോളെ എനിക്ക് ഭയങ്കര ഡൗട്ട്, ആള് വീഡിയോയിൽ വരുമോ യൂട്യൂബിൽ വരുമോ എന്ന്. നമുക്കൊന്ന് ഫുള്ള് എത്തിച്ചാളാ. എന്നോട് വീണ്ടും ചോദിക്കുക വീഡിയോയിൽ വരുമോ എന്ന്. എന്നാ പിന്നെ ഇതാണോ വഴി? ഡച്ച് പറഞ്ഞുതരോ? പക്ഷെ എനിക്ക് എന്താ നിന്റെ പേരെന്താ? ഡച്ച് പറഞ്ഞാൽ മതി. അത് ഡച്ച് പറഞ്ഞേക്ക്. ഓക്കെ. 4ാം ക്ലാസ്. ഓക്കെ. നിനക്ക് ഉപ്പാനെ പഠിപ്പിച്ചു കൊടുത്തൂടെ? ഭയങ്കര ഡിമാൻഡ്. നമ്മളെ പഠിപ്പിച്ചില്ല. ഭയങ്കര ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ഡച്ച്? നമ്മൾ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് കുറച്ച് എഴുതാൻ ഈസിയാണ്, എഴുതാൻ. പക്ഷെ പറയാൻ കുറച്ച് വ്യത്യാസമുണ്ട്. പറയൽ കുറച്ച്. ആ ഈവനിങ് ക്ലാസ്. നീ ഏത് ക്ലാസ്സേനും? 5. 5. ഇവള് 4. ഇവര് ഇവിടെ തന്നെ ഇവിടെ 1 വർഷമായിട്ട് ഇവിടെ. ഇപ്പൊ ബെൽജിയത്തിലാണ്. ഇത് ഫ്ലാൻഡേഴ്സ് ആണ്. യെല്ലോ. അത് നെതർലാൻഡിന്റെ സൈഡ്. ആ യെല്ലോ കാണുന്നത് അല്ലേ? അവിടെ ഏത് ഭാഷ? ഡച്ച്. ഡച്ച്. റെഡ് ഫ്രാൻസിന്റെ സൈഡ്. പിന്നെ ഈ ഓറഞ്ച് ആണ്, അത് ക്യാപിറ്റൽ ആണ് ബെൽജിയത്തിന്റെ. അവിടെ ഫ്രഞ്ചാ കൂടുതൽ സംസാരിക്കുക, പക്ഷെ ഡച്ച് സംസാരിക്കൂ. പിന്നെ ഈ ബ്ലൂ സൈഡ് അത് ജർമ്മൻ സൈഡാണ്. അവിടെ ജർമ്മൻസ് സംസാരിക്കും. ജർമ്മനി മാത്രം. അപ്പൊ അവിടെയൊക്കെ ജോബ് കിട്ടണമെങ്കിൽ ആ ഭാഷ അറിഞ്ഞിരിക്കണം. ഓക്കെ.
ഓക്കെ ബെൽജിയത്തിൻ്റെ പ്രത്യേകത